നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഭാര്യ ഭർത്താക്കന്മാരെ കൊല്ലുന്നതും ഭർത്താക്കന്മാര് ഭാര്യമാരെ കൊല്ലുന്നതും ഒക്കെ തന്നെ സാധാരണ സംഭവമായി മാറിയിരിക്കുകയാണ്. പാവപ്പെട്ട അല്ലെങ്കിൽ വലിയ രീതിയിലൊന്നും പ്രതികരിക്കാത്ത മക്കളെ ശരണം എന്ന് പറഞ്ഞ് ജീവിച്ചിരുന്ന അമ്മമാരെ ഭാര്യമാരെ കൊല്ലാൻ മടി കാണിക്കാത്ത ഭർത്താക്കന്മാരുടെ വാർത്തകളിൽ ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന വാർത്ത കോട്ടയത്ത് നിന്നുമാണ്. കോട്ടയം കാണക്കാരിയിലെ ജെസിയുടെ കൊലപാതകത്തിന് കാരണമായി സ്വത്ത് തർക്കമാണ് എന്നാണ് വ്യക്തമാകുന്നത്. കോടതി വിധിയിലൂടെ വീട് ഉൾപ്പെടെ നഷ്ടപ്പെടുമോ എന്ന ആശങ്കയിലായിരുന്നു പ്രതിയായ സാം. ഈ ആശങ്ക കൊണ്ടാണ് ആസൂത്രിതമായി കൊലപ്പെടുത്തുന്നതിലേക്ക് നയിച്ചത്. കസ്റ്റഡിയിലുള്ള സാമിനെ വിവിധ ഇടങ്ങളിൽ എത്തിച്ച തെളിവെടുക്കും. ജെസിയെ കൊലപ്പെടുത്തിയ കേസിൽ പിടിയിലായ ഭർത്താവ് സാമിന് കോടികളുടെ സ്വത്ത് ഉണ്ടായിരുന്നുവെങ്കിലും സമാധാനം ഉണ്ടായിരുന്നില്ല എന്നാണ് റിപ്പോർട്ട്. ഭാര്യ ജെസിയുമായുള്ള തർക്കം കോടതിയിലെത്തിയതോടുകൂടി ആശങ്കയിലായിരുന്നു സാം. ജെസിയെ കൊല്ലാൻ രണ്ട് കാരണങ്ങളാണ് പ്രധാനമായും ഉണ്ടായിരുന്നത്. സാമിന്റെ പരസ്ത്രീ ബന്ധത്തിന് ജെസി തടസ്സമായി. മറ്റൊന്ന്, കോടതി വിധി എതിരായി വന്നാൽ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വരുമോ എന്ന ആശങ്കയും പ്രതിയെ കൊലപാതകത്തിന് പ്രേരിപ്പിച്ചു. വർഷങ്ങൾക്ക് മുൻപ് ഈ വീട് വാങ്ങാൻ ജെസിയാണ് കൂടുതൽ പണം മുടക്കിയത്. ജെസിക്ക് ജീവനാംശം ഉൾപ്പെടെ നൽകാൻ 2018 പാലാ കോടതി ഉത്തരവിട്ടിരുന്നു. ഇത് പൂർണ്ണമായി പാലിക്കാൻ സാമിന് കഴിഞ്ഞില്ല. ഇതെല്ലാം വീണ്ടും കോടതിയിലെത്തിയാൽ വീട് നഷ്ടപ്പെടുമെന്ന് സാം ഭയന്നു. ഇതിനിടെ ജെസിയെ ഈ വീട്ടിൽ നിന്ന് മാറ്റാൻ സാം കോടതിയെ സമീപിച്ചു. ഇതിന്റെ കോടതി നടപടികൾ തുടരുമ്പോഴാണ് കൊലപാതകം നടക്കുന്നത്. 5 ദിവസം കുറവലങ്ങാട് പോലീസിന്റെ കസ്റ്റഡിയിലാണ് സാം ഇനി ഉണ്ടാവുക. ജെസിയുടെ മൃതദേഹം ഇടുക്കിയിലേക്ക് കൊണ്ടുപോയ കാറ് കോട്ടയം നഗരത്തിൽ നിന്ന് പോലീസ് കണ്ടെത്തി. വിവിധയിടങ്ങളിൽ തെളിവെടുപ്പ് തുടരും. 1994 പത്തനംതിട്ട കൈപ്പട്ടൂർ സ്വദേശിനിയായ ജെസിയും കോട്ടയം ഉഴവൂർ സ്വദേശിയായ സാമും വിവാഹിതനായത്. ദമ്പതികൾ വിദേശത്ത് ജോലി ചെയ്തെങ്കിലും ജോലിയിലും ജീവിതത്തിലും സമാധാനം ഉണ്ടായിരുന്നില്ല. തന്റെ അവിഹിത ബന്ധങ്ങൾ എതിർത്തതിന്റെ പേരിൽ ഭാര്യയായ ജെസിയെ കൃത്യമായ ആസൂത്രണം നടത്തിയ ശേഷമാണ് സാം കൊലപ്പെടുത്തിയത്. കൊന്നു തള്ളാൻ പറ്റിയ സ്ഥലം 10 ദിവസങ്ങൾക്ക് മുൻപേ സാം കണ്ടെത്തിയിരുന്നു. കൊലപാതകം നടത്തുന്നതിന് 10 ദിവസങ്ങൾക്ക് മുൻപ് സാം ചെപ്പുകളും വ്യൂ പോയിന്റിലെത്തി അവിടത്തെ സാഹചര്യങ്ങൾ കണ്ട് മനസ്സിലാക്കി. 26 വൈകിട്ട് 6 വീട്ടിലെത്തിയ സാമും വീട്ടിലുണ്ടായിരുന്ന ജെസിയും തമ്മിൽ സിറ്റ് ഔട്ടിൽ വെച്ച് തന്നെ വാക്കുതർക്കം രൂക്ഷമായിരുന്നു. കയ്യിൽ കരുതിയിരുന്ന മുളക് സ്പ്രേ അപ്പോഴാണ് സാം പ്രയോഗിച്ചതെന്ന് പോലീസ് പറയുന്നു. തുടർന്ന് ജെസിയെ കിടപ്പുമുറിയിലേക്കും വലിച്ചുകൊണ്ടുപോയി ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. സാമിന് പല സ്ത്രീകളുമായി ബന്ധമുണ്ടായിരുന്നതായും ഇതേ ചൊല്ലി പലതവണ ജെസിയുമായി വഴക്കുണ്ടായിരുന്നതായും റിപ്പോർട്ടിൽ പറയുന്നു. 59-ാം വയസ്സിലാണ് ട്രാവൽ ആൻഡ് ടൂറിസം ബിരുദ കോഴ്സിന് സാം MG യൂണിവേഴ്സിറ്റിയിൽ ചേർന്നത്. അവിടെ സഹപാഠിയായ ഇറാൻ സ്വദേശിക്കൊപ്പം പലതവണ ഈ വീട്ടിലേക്ക് വരികയും താഴത്തെ നിലയിൽ തങ്ങുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊരു യുവതിക്കൊപ്പം ഇയാൾ വീട്ടിൽ വന്നതിനെ ചൊല്ലി കൊലപ്പെടുത്തിയതിന് ഒരാഴ്ച മുമ്പ് വഴക്ക് നടന്നിരുന്നതായി പോലീസ് വ്യക്തമാക്കുന്നു. ജെസി വീടിന്റെ മുകളിലത്തെ നിലയിലാണ് താമസിച്ചിരുന്നത്. പഠനത്തിനും ജോലിക്കുമായി മക്കളെല്ലാം വിദേശത്തേക്ക് പോയതോടുകൂടി 6 മാസമായി ജെസി ഒറ്റയ്ക്കാണ്. ദിവസവും അമ്മയെ ഫോൺ വിളിക്കാറുള്ള മകൾ 26-ന് പലതവണ വിളിച്ചിട്ടും കിട്ടാതെ വന്നതോടുകൂടിയാണ് പോലീസിൽ പരാതിപ്പെട്ടത്. 1994 ബാംഗ്ലൂരിലെ വിവേക് നഗറിൽ വെച്ചാണ് സാം ജെസിയെ വിവാഹം ചെയ്യുന്നത്. പക്ഷേ വിവാഹം രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നതാണ് അറിയാൻ സാധിക്കുന്നത്. ജെസിയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം ഉപേക്ഷിക്കാനായി ആളൊഴിഞ്ഞതുവരെ സാം കാത്തിരുന്നു. രാത്രി വൈകിയും സഞ്ചാരികൾ വാഹനം നിർത്തിയിറങ്ങി നിൽക്കുന്ന സ്ഥലമാണ് എന്ന് അറിയാവുന്നതിനാൽ പുലർച്ചെ 1 മണിയോടെയാണ് മൃതദേഹവുമായി സാം ചെപ്പുകുളത്ത് എത്തിയത്. നാട്ടിൽ നിന്ന് മുങ്ങിയ സാമിന് പിന്നാലെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് പോലീസ് നീങ്ങിയത്. തൊടുപുഴയിൽ ഇയാൾ എത്തിയതായി വ്യക്തമായെങ്കിലും പോലീസ് എത്തുന്നതിന് മുൻപേ വിദേശ വനിതയ്ക്കൊപ്പം മൈസൂരിലേക്ക് കടക്കുകയായിരുന്നു. അറസ്റ്റിലാകുമ്പോൾ പ്രതി ഒരു ഇറാനിയൻ വനിതയോടൊപ്പമാണ് ഉണ്ടായിരുന്നത്. ഇവരെയും പോലീസ് വിശദമായി തന്നെ ചോദ്യം ചെയ്തു. നിലവിൽ ഇവർക്ക് കുറ്റകൃത്യത്തിൽ പങ്കില്ലെന്നാണ് പോലീസ് പറയുന്നത്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കിയ ശേഷം 5 ദിവസത്തേക്കാണ് പോലീസ് കസ്റ്റഡിയിൽ വിട്ടു നൽകിയത്. നാട് നടുക്കിയ ഈ സംഭവത്തിന്റെ കൂടുതൽ ചുരുളഴിയേണ്ട സാഹചര്യമാണുള്ളത്. ഇത് ഭർത്താവ് സ്വന്തമായി ആസൂത്രണം ചെയ്ത കൊലപാതകമാണോ, മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ, ഇനി ഇവരുടെ വനിതാ സുഹൃത്ത് വലയങ്ങളിൽ മറ്റേതെങ്കിലും ഉന്നതരുണ്ടോ അടക്കമുള്ള ചോദ്യങ്ങളും ഉയരുകയാണ്. എന്തായാലും നടുങ്ങൽ തന്നെയാണ് നാടും നാട്ടുകാരും ഒപ്പം മക്കളും. വിദേശത്തുള്ള മക്കൾ ഉടൻ എത്തും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.